ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഒരുപാട് ആഘോഷിക്കപ്പെട്ട ഒരു ഗ്രൂപ്പാണ് പട്ടായ ഗേൾസ്. അനുമോളും നൂറയും ആദിലയും അടങ്ങുന്ന ആ ഗ്യാങ്ങിന് പുറത്ത് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ ലോഞ്ചിങ് വേദിയിൽ വച്ച് ഇവർ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത്, അനുമോളും നൂറയും മാത്രമാണ് കണ്ടുമുട്ടിയത്. ആദിലയെ ആ പരിപാടിയിലേക്ക് വിളിച്ചില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ടോപ്പ് 6 മത്സരാർത്ഥികളെ മാത്രമാണ് ഈ പരിപാടിയിലേക്ക് വിളിച്ചത്. അതനുസരിച്ച് അനുമോൾ, അനീഷ്, ഷാനവാസ്, നെവിൻ, അക്ബർ, നൂറ ഇവർ 6 പേര് മാത്രമാണ് ആ വേദിയിൽ പങ്കെടുത്തത്. എന്നാൽ ബിഗ് ബോസ് വീടിനകത്ത് വച്ച് ഏറ്റവും ഭയങ്കരമായി കമ്പനി അടിച്ച് നടന്നിരുന്ന നൂറയും അനുമോളും ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ വേദിയിൽ വെച്ച് കണ്ടിട്ടും വലുതായിട്ട് മിണ്ടുകയോ വലുതായിട്ട് കമ്പനി കൂടാൻ പോവുകയോ ചെയ്തില്ല. അത് നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല. അത് ഷൂട്ടിങ്ങിന് പുറത്താണെങ്കിൽ പോലും ഇവർ അധികം മിങ്കിൾ ചെയ്തില്ല. അതേസമയം അനുമോൾ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ശത്രുത വെച്ച് പുലർത്തിയിരുന്ന അക്ബറുമായിട്ടൊക്കെ നല്ല കമ്പനിയിൽ നല്ല വൈബായിട്ട് പോകുന്നതും കണ്ടു. അതുപോലെ അനീഷും ഷാനവാസും പഴയതുപോലെ തന്നെ ആ വീട്ടിൽ എങ്ങനെയായിരുന്നു അതുപോലെയുള്ള സൗഹൃദം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അക്ബർ ആ വീട്ടിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങളെല്ലാം മറന്ന് അനുമോളുമായിട്ട് അല്പം അടുപ്പത്തിൽ സംസാരിക്കുന്നുണ്ട്. എന്നാൽ അനുമോളും നൂറയും ഭയങ്കരമായ രീതിയിൽ അകന്നു പോയി എന്നുള്ളതാണ് ആ പരിപാടി കണ്ടപ്പോൾ മനസ്സിലായ കാര്യം. ആ പരിപാടി മാത്രമല്ല, ആ പരിപാടിയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പും അനുമോളും നൂറയും തമ്മിൽ വലിയ അടുപ്പം കാണിച്ചില്ല എന്നുള്ളതാണ്. ഇവിടെ ആദിലില്ലാതെയാണ് നമ്മുടെ നൂറ ആദ്യമായ ഒരു പബ്ലിക് ഫംഗ്ഷന് വന്നത്. അവിടെ അനുമോളുമായി ചേർന്ന് സംസാരിക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ പോലും അനുമോൾ വലുതായിട്ട് മൈൻഡ് ചെയ്യാനും പോയില്ല, നൂറ തിരിച്ചും മൈൻഡ് ചെയ്തില്ല എന്നാണ് വിഷ്വൽസ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. എന്താ അല്ലേ?